പുട്ടുപൊടി കൊണ്ട് നമ്മൾ പുട്ട് മാത്രമല്ല തയ്യാറാക്കാറുള്ളത്. ഇതിനു മുമ്പ് നെയ്പത്തലും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടും അല്ല കേട്ടോ, ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് ഉഴുന്നതാ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉഴുന്നിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം. ഇതുപോലെ കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം തന്നെ കുതിർത്തെടുക്കണം. ആ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ, വെള്ളരി ആയാലും മട്ടരി ആയാലും ഒന്നും കുഴപ്പമില്ല. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മിക്സിയുടെ ഉള്ളിലുള്ള മാവൊക്കെ ഒന്ന് പോരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ താരം പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു നമുക്ക് മിക്സ് ചെയ്ത് ഇതിൽ നന്നായിട്ടൊന്ന് എയർ കിടക്കണം. പിന്നെ വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടി വരും. കാരണം പുട്ടുപൊടി കുതിർന്ന് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് വരും. നമ്മൾ സ്റ്റീമഡ് പുട്ടുപൊടിയാണ് കേട്ടോ, പാക്കറ്റിൽ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പുട്ടുപൊടി റവയുടെ പോലെ തരിതരിയായിട്ടായിരിക്കും. അപ്പോൾ അത് കുതിരുമ്പോൾ ഒന്ന് മാവ് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഉഴുന്നിൻ്റെ മിക്സും ചോറും ഈ ഒരു പുട്ടുപൊടി എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നന്നായിട്ട് തന്നെ യോജിച്ച് വരണം. അതുപോലെ നന്നായിട്ട് ഇതിൽ എയർ കിടക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വേണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊരു ഓവർനൈറ്റ് അടച്ച് വെക്കാം. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു മാവ് എടുക്കുന്നത്. അപ്പോൾ മാവ് ഇതാ നന്നായിട്ട് ഫെർമനൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഇഡലി ചുട്ടെടുക്കാം. അപ്പോൾ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. തട്ടിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് കേട്ടോ സാധാരണ ഇതിൽ പുരട്ടി കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ബട്ടർ പുരട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഓരോ കുഴിയിലും ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുട്ടുപൊടി വെച്ചിട്ട് ചെയ്തതാണെന്നൊന്നും പറയൂല. അപ്പോൾ ഇത് നമുക്ക് മുറിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു പുട്ടുപൊടിയുടെ ഒരു തരിതരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉതിർന്നു പോകുന്ന ഒരു ഇഡലിയാണ് കേട്ടോ. അത്രക്കും നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്